വൈക്കത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി പ്രദീപ് നമ്മോടൊപ്പം ഉണ്ട്. പാർട്ടി വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. അത് തന്നെ ആശംസകൾ നൽകുന്നു. എന്താണ് ഇത്തവണ നമ്മുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയല്ലേ പാർട്ടി ഏൽപ്പിച്ചത്? അതെ അതെ തീർച്ചയായും പാർട്ടി ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അത് പാർട്ടി ഏതൊരു അർത്ഥത്തിലാണോ അത് ഏൽപ്പിച്ചത് അതേ അർത്ഥത്തിൽ തന്നെ അതേ ഗൗരവത്തിൽ നാട്ടിലെ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് 100% നീതി പുലർത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പിലെ ചർച്ചകളൊക്കെ ആദ്യം ഘട്ടത്തിൽ വരുമ്പോൾ തന്നെ പി പ്രദീപ് എന്ന പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണോ, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നോ? പേരുകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. അങ്ങനെയാണല്ലോ സാധാരണ. സജീവ പ്രചരണങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. കാരണം UDFിൻ്റെ ആയാലും ശരി NDAയുടെ ആയാലും ശരി സ്ഥാനാർത്ഥികൾ തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും സജീവ പ്രചരണങ്ങളിലേക്ക് ഇപ്പോൾ ആദ്യം ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടെങ്കിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് പി പ്രദീപിന്. അപ്പോൾ ഇറങ്ങുകയാണ്. എന്തായിരിക്കും ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തും? വികസനം തന്നെയായിരിക്കുമോ നമ്മുടെ ഒരു പ്രചാരണ ആയുധം? വികസനം തന്നെയാണ് നമ്മുടെ പ്രധാനമായ പ്രചാരണ ആയുധം. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൈക്കത്തെ MLA സൗസിക്ക് ആശയം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് വൈക്കത്തിൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ വരുത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യമായാലും നമ്മുടെ പൊതുവായിട്ടുള്ള പശ്ചാത്തല മേഖലയിലായാലും നല്ലൊരു വികസനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിന്, പ്രത്യേകിച്ച് അതിനു മുമ്പും നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് 10 വർഷക്കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയും തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വൈക്കത്തെ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു NDAയുടെ ഉയർന്നു നിൽക്കുന്ന പേരെന്ന് പറഞ്ഞ് മുൻ MLA കൂടിയായിരുന്നു CPIയിലെ K അജിത്തിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും ഓപ്പോസിറ്റ് വരിക എന്നാണ് NDAക്ക് വേണ്ടി മത്സരിക്കാതെ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെയൊക്കെ നോക്കി കാണുന്നത്? മുൻ MLA CPIക്ക് ഇപ്പോൾ നമുക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ആൾ ഈ ചേരിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപാണ് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പലരും സംസാരമുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരിലും മുന്നണിയിലെയും പാർട്ടികളെയും എനിക്ക് വളരെ അടിയുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നതുകൊണ്ട് അത്തരത്തിൽ വേറെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ CC മുകുന്ദൻ തൃശ്ശൂർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്നുമ്പോൾ K അജിത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത് സീറ്റ് കിട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പാർട്ടിയാണ് ആലോചിക്കുന്നത്. പിന്നീട് അവരെ വിജയിപ്പിക്കുന്നത് മുന്നണി സംവിധാനത്തിലെ പ്രവർത്തനങ്ങളും ജനങ്ങളിലുള്ള വിശ്വാസമർപ്പിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുമാണ് ജയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുക, ജനങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം കിട്ടുന്നവരെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. CC മുകുന്ദനടക്കമുള്ള ആളുകളായാലും ഒന്നിലധികം തവണ വിജയിച്ച MLA മാരാണ്. വീണ്ടും ഒരു അവസരം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ന്യായമായും മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി പാർട്ടി ഒരു തീരുമാനമെടുക്കും. അതിനൊപ്പം ശരിക്കും ചേർന്ന് നിന്ന് പോവുകയല്ല എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അതുതന്നെയാണ് കേരളത്തിൽ ആദ്യമായി അത്തരം ഒരു മാതൃകാപരമായൊരു തീരുമാനമെടുത്ത് CPI 2 ടൈം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ള തീരുമാനമെടുത്തത്. അത് സഖാവ് വിളിയം ഭാർഗവൻ, ആരാധ്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ അത് ഓരോ പാർട്ടി പ്രവർത്തകനും അത് പാലിക്കേണ്ട ബാധ്യതയുള്ളതാണ്. അത് ഏതെങ്കിലും ഒരാളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും അത് ബാധകമാണ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മളത് പരിശോധിക്കുകയും ആവശ്യമായ തലത്തിൽ ആൾക്കാർക്ക് ഇളവ് കൊടുക്കുകയും വീണ്ടും മത്സരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അജിത്തിൻ്റെ ആയാലും ശരി, ഈ CC മുകുന്ദനെ പോലെ ആളും വിട്ടു നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ? ഇല്ല, പാർട്ടിക്ക് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അത്തരം തിരിച്ചടികളോ ഒന്നും തന്നെ മുന്നണിയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. ഈ വൈക്കമെന്ന് പറഞ്ഞൊരു ഇടത് ഉറച്ച കോട്ടയാണ്. അപ്പോൾ അവിടെ വിജയിക്കുമ്പോൾ എന്ന് ആത്മവിശ്വാസമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാലും തികഞ്ഞ ഒരു പ്രതീക്ഷയോട് അല്ലെങ്കിൽ ആത്മവിശ്വാസം 100% ആത്മവിശ്വാസം തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും 100% ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് മുൻപ് മത്സരിച്ചവരെല്ലാം തന്നെ 1-2 തവണ ഒഴികെ ബാക്കിയെല്ലാ ഘട്ടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഓരോ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. അത് ഒരു വലിയൊരു ആത്മവിശ്വാസം ഇത്തവണയുണ്ട്. ഇത്തവണയും നമുക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്.
ഇത് തന്നെയാണ് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രദീപ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു സജീവമായിട്ടുള്ള പരസ്യ പ്രചാരണങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. ചുവരെഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു വിജയ പ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.